കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് ഈ നാം ചെയ്ത നമ്മുടെ അമലുകളും നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഇഷ്ടക്കാർ, കുടുംബക്കാർ, ഉസ്താദുമാർ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, അവരാരെങ്കിലും അവരുടെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു തആല നരകത്തിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും മോചനം നൽകി അവരെയും നമ്മയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ പ്രഖ്യാപിത ശത്രുവായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇബ്ലീസിനെ. നാം പലപ്പോഴും കേട്ടതാണ്, ഇന്ന ശൈത്വാനിലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവാക്കണം എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ശത്രുവിൽ നിന്ന് ഒരു ഗുണവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് നമ്മുടെ വിഡ്ഢിത്തരമാണ്. ത്വലബുൻ നസീഹത്തി മിനൽ അദുവി മുഹാലു. ശത്രുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നവൻ പൊട്ടനാണ്. അത് അസംഭവ്യമായൊരു കാര്യമാണ്. നമ്മുടെ ശത്രുക്കളെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പം നമുക്കത് മനസ്സിലാവും. അവനിൽ നിന്ന് പിന്നെ ഗുണം കിട്ടും. നമ്മൾക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ അതാണ്. നമ്മൾ മിത്രമാണ്, നമ്മളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കും, അവസാനം നമ്മളെ അവൻ ചതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രു, അല്ലാഹു തആല നമുക്ക് ശത്രുവായി തന്നെ പഠിച്ചൊരു സാധനമാണ് ഈ പിശാച്. അതുകൊണ്ട് തന്നെ അല്ലാഹു സൃഷ്ടിച്ച ദുരാത്മാക്കളെ പറ്റിയാണ് നമ്മുടെ ശൈത്താന്മാർ എന്ന് പറയുന്നത്. അത് ഒരാളൊന്നുമല്ല, കുറേ ഉണ്ട്. മനുഷ്യനിൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാരിൽപ്പെട്ട ശൈത്താന്മാരുണ്ട്, ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരുണ്ട്. ഏതാവട്ടെ, ദുരാത്മാക്കളാണ് ഇവർ. ആത്മാവ് എന്ന് പറഞ്ഞ് രണ്ടായിട്ടുണ്ട്, ദുരാത്മാവ്, അതേപോലെ തന്നെ മഹാ ആത്മാവ്. മഹത്വമുള്ള ആത്മാവ് മഹാത്മാവ്, ദൂഷ്യങ്ങളുള്ള ആത്മാവ് ദുരാത്മാവ്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പിശാച് ഒരുപാട് ആളുകളെ പഴപ്പിച്ചതല്ലാതെ നന്നാക്കിയത് കാണൂലല്ലോ. അലല്ല മിൻകും ജിബില്ലൻ കസീറ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളെ അവൻ പഴപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വലക്കത് അതല്ല മിൻകും ജിബില്ലൻ കസീറ, സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്നതാണത്. ഒരുപാട് ആളുകളെ കൂട്ടം കൂട്ടമായി പഴപ്പിച്ചവനാണ് ഈ ഇബ്ലീസും അവൻ്റെ അനുയായികളും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പഴപ്പിച്ചവനായ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളെ പഴപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ്. അവനത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നീട്ടി ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വിശ്രമമില്ലാതെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആൻ നിരന്തരമായി നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ദുരാത്മാക്കൾ, ഈ ദുരാത്മാക്കൾ എന്ന് പറയുന്ന ദുഷിച്ച ആത്മാക്കളാകുന്ന പിശാചുക്കൾ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഇബ്ലീസിന്റെ നേതൃത്വത്തിലുള്ള ആ ദുരാത്മാക്കൾ നമ്മളെ ഉപദ്രവിക്കാനും പഴപ്പിക്കാനും മറ്റുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നല്ല ആത്മാക്കളെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഞാൻ പറയുന്ന പോയിന്റ്. ഇവിടെയാണ് ഈ ദുരാത്മാക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ എന്ത് വേണം? മഹാത്മാക്കൾ വേണം. എന്തും അങ്ങനെയാണല്ലോ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ല നേരിട്ട് മഴ വർഷിപ്പിക്കാറില്ല. അല്ലാഹു തആല നേരിട്ട് റൂഹിനെ പിടിക്കാറില്ല. അല്ലാഹു തആല നേരിട്ട് ആർക്കും ഭക്ഷണം കൊടുക്കാറില്ല. അല്ല മുസബ്ബിബുൽ അസ്ബാബാണ്. നമ്മുടെ വിശ്വാസമുള്ളത്. അല്ല തരും എന്ന് പറഞ്ഞാലും ആരെങ്കിലും എനിക്കൊരു 1000 ഉറുപ്പ്യ തന്നാൽ ഞാൻ എന്താ പറയാ? അൽഹംദുലില്ലാ അദ്റമാനിക്കാന്ന് ഞാൻ പറയില്ലല്ലോ. എന്താ പറയാ? അൽഹംദുലില്ലാന്നേ അപ്പോഴും പറയുള്ളൂ. തന്ന ആൾക്കല്ലല്ലോ അന്ത്. അതൊക്കെ അന്തൊക്കെ അള്ളാഹുവിലേക്കാ പോണത്. അപ്പൊ യഥാർത്ഥത്തിൽ തരുന്നവൻ ആരാണ്? അള്ളയാണ്. പക്ഷെ ആരുടെയെങ്കിലും കയ്യിൽ കൂടെ ഉണ്ടെന്ന് തരാം. അല്ല നേരിട്ട് ആർക്കും ഇതുവരെ ഒന്നും കൊടുത്തതായിട്ട് ചരിത്രത്തിലില്ല. കിട്ടുന്ന വിചാരിക്കും വേണ്ട. അത് അല്ലാഹു തആല ഓരോരുത്തരിലൂടെ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ ദുഷ്ട ആത്മാക്കളുടെ ഉപദ്രവത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി മഹാത്മാക്കളെ അല്ലാഹു തആല ലോകത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിലൂടെ ആ രക്ഷ നമുക്ക് കിട്ടും. നോക്കി നിങ്ങൾ, മഹദി ഖൗലത്ത് ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മഹദി പറയുന്നു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ നസല മൻസിലൻ, ഒരാൾ ഒരു നാട്ടിൽ പോയി ഇറങ്ങി. ഞാനിവിടെ വന്നിറങ്ങി, പൊറ്റയിൽ വന്നിറങ്ങി. ആ പൊറ്റയിൽ വന്ന് ഇറങ്ങിയപ്പോ ഫഖാല, അവൻ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നൊരു വാക്ക് അവൻ പറഞ്ഞാൽ, എന്ത്? അഊദു ബിക, ഇതൊക്കെ എല്ലാവർക്കും അറിയണ വാക്കാണ്.
ആ വാക്കൊരുത്തം പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു തരുന്നത് കേട്ടോ, ലം യളുറഹു ഷൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. അവൻ ആ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കയറി പോകുന്നത് വരെ ഒരു ഉപദ്രവവും അവന് കേൾക്കേണ്ടി വരൂല എന്ന് ആര് പറയുന്നു? റസൂലുള്ള പറയുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, വളരെ സഹിഹാണ്, വളരെ പ്രസിദ്ധമാണ്. അത് വെച്ചിട്ട് ഹദ്ദാദിലേക്ക് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ഹദ്ദാദിലേക്ക് ചെല്ലുന്ന അതുകൊണ്ടാണ്. എന്താ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അഊദു ബില്ലാഹി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിനോട് ഞാൻ കാവല് തേടുന്നു എന്നാ. ഇവിടെ അഊദു ബികലിമാത്തില്ലാഹി എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? അള്ളാഹിനോടല്ല എന്ന് ഉറപ്പല്ലേ? അള്ളാഹിനോടല്ല ചോദിക്കുന്നത്, ബികലിമാത്തില്ലാഹി. അള്ള അവിടെ മുലാഫിലയാണ്, വേറെ ആൾക്കാരോടാ ചോദിക്കണത്. അള്ളാഹുവിന്റെ വചനങ്ങളോട് എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം ആ വാക്കിന്. അപ്പൊ ഈ അഊദു ബികലിമാത്തില്ലാഹി എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ആരോടാണ് ഈ കാവല് തേടുന്നത് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ തഫ്സീറിന്റെ തുടക്കത്തിൽ ഫാത്തിഹയിൽ അഊദിനെ പറ്റി പറയുന്നിടത്ത്, അഊദോദൽ സുന്നത്താന്ന് പറയുന്നിടത്ത്, പല അഊദുകൾ പറയുന്നിടത്ത് ഇത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ അഊദു ബികലിമാത്തില്ലാഹി എന്ന് പറഞ്ഞാല് ഇസ്തിആദത്തും മിനൽ അർവാഹിൽ ബശരിയ, മനുഷ്യര് കാവല് തേടുകയാണ് ഇവിടെ. മനുഷ്യരാണ് ഇവിടെ കാവല് തേടുന്നത്. ആരോട്? ബിൽ അർവാഹിൽ അലിയ, മഹാ ആത്മാക്കളോട്, അള്ളാഹിനോടല്ല. പിന്നെ ആരോടാണ് കാവല് തേടുന്നത്? മഹാത്മാക്കളോടാണ് കാവല് തേടുന്നത്. അൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ, പരിശുദ്ധരായ അത്യുന്നതരായ മഹാത്മാക്കളോട് മനുഷ്യർ കാവല് തേടുകയാണ്. എന്ത് കാര്യത്തില്? ഫീ ദഫി ശുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ദുൽമാനിയത്തിൽ കദിറ, ദുരാത്മാക്കളുടെ ഉപദ്രവത്തെ തൊട്ട്. അപ്പൊ ദുരാത്മാക്കളെ തടയാൻ മഹാത്മാക്കളെ അല്ലാഹു തആല ഉപയോഗപ്പെടുത്തുന്നു. വളരെ വ്യക്തം. ഈ ഹദീസിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. റസൂലുള്ള പഠിപ്പിച്ചത്. ഇത് ശിർക്കാന്ന് പറഞ്ഞവൻ ആരാ? കാഫിറാവൂലേ? ഇത് പറഞ്ഞവനാ കാഫിറാകുക. അല്ലാണ്ട് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചു എന്നും പറഞ്ഞിട്ട് ഇത് ചെല്ലിയവരല്ല കാഫിറാകുക. ഇത് റസൂലുള്ള പഠിപ്പിച്ച ദീനാണ്. അള്ളാഹു തആല സഹായം നൽകാൻ വേണ്ടി ഈ ആളുകളെ ഏൽപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഇമാം റാസി തങ്ങൾ പറയാ, ഫൽ മുറാദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി. അപ്പൊ ഈ ഹദീസിൽ കലിമാത്തുല്ലാഹി തമ്മാത്തി കൊണ്ടുള്ള ഉദ്ദേശം തിൽക്കൽ അർവാഹുൽ ആലിയത്തു താഹിറ, ആ പരിശുദ്ധന്മാരായ മഹാത്മാക്കളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മഹാത്മാക്കളോട് സഹായം തേടണം, അവർ നിങ്ങളെ ദുരാത്മാക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി തഫ്സീർ വാള്യം 156 ഇത് വ്യാഖ്യാനിക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, മറഞ്ഞവരാണ് ഇവരൊക്കെ. ദുരാത്മാക്കളെ കാണൂല. ഇബ്ലീസിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, ശൈത്താനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇവര് മറഞ്ഞവരാണ്. അപ്പൊ മറഞ്ഞവരുടെ ഉപദ്രവത്തിന് രക്ഷപ്പെടുത്താൻ ആര് വേണം? മറഞ്ഞവരെന്നെ വേണം. അത് തെളിഞ്ഞവരിനെ കൊണ്ട് കഴിയില്ലല്ലോ ഇതിനെ കൊണ്ട് തടയാൻ. അതിന് അല്ലാഹു തആല മറഞ്ഞവരെ തന്നെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലോടും ഉണ്ടാവും. നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ കാക്കാൻ വേണ്ടി, ദുരാത്മാക്കൾ ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ ദുരാത്മാക്കൾ ഉള്ളത് പോലെ ഏറ്റവും കൂടുതൽ ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഏർവാടി പോയി വന്ന ആളാണ്. അപ്പൊ ഏർവാടിക്ക് പോകുമ്പോൾ അവിടെ എത്തിയാലൊക്കെ എനിക്ക് ഓർമ്മ വരുന്നൊരു വാക്കാണ് നമ്മളെ സിദ്ദീഖ് മസ്താനോട് ഞാൻ തുറന്ന് സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഏർവാടിയിലെ ശ്രോതാക്കന്മാരെ കൂടുതൽ ചൈത്താന്മാരെ കൂടുതൽ ചോദിച്ചു മൂപ്പരോ അത് ചൈത്താന്മാരൻ്റെ കൂടുതൽ, ശ്രോതാക്കന്മാർ വളരെ കുറവേ അവിടെ ഉള്ളൂ. ഈ ആളുകളെ പറ്റിക്കണത് മുഴുവൻ ചൈത്താന്മാരാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഞാൻ അവിടെ റിയാള് ഇരുന്നിട്ടുണ്ട്. സിദ്ദീഖ് മസ്താൻ പറയാം, ഞാൻ ഏർവാടി പോയി റിയാള് ഇരുന്നിട്ടുണ്ട്. റിയാളാന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരൊരു പ്രത്യേക മർത്തബയാണ്, അതിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു കറുത്ത വണ്ട് ഇങ്ങനെ വരും, അത്ര ചെവിൻ്റെ അടുത്ത് ഇങ്ങനെ വരും, ഒരു വണ്ട് പറന്നിങ്ങനെ വരും. എന്നിട്ട് ചെവിയിൽ വന്നിട്ട് പറയും, നീ എന്തിനാ അവിടെ ഇരിക്കണത്? നീ പോയിക്കോ, നീ വലിയ ഔലിയാണിപ്പോ, നീ നാട്ടിൽ പോയിട്ട് അവിടെ ഇരുന്നാൽ മതി, ഒരു കൊടിയും കുത്തിയിട്ട് ഇരുന്നോ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്ന് ചെവിയിൽ ഇങ്ങനെ വന്ന് ഈ വണ്ട് ശരിക്കും ഇങ്ങനെ പറയണത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത്ര ചൈത്താന്മാര്, ഒരുപാട് കഴിവുള്ള ചൈത്താന്മാരുണ്ട് അവിടെ. അതുകൊണ്ട് സൂക്ഷിക്കണം ഏർവാടി പോകുമ്പോൾ. ആരും പറയല്, മൂപ്പര് പറയല്, ഇതൊക്കെ ശ്രോതാക്കന്മാരൊന്നും അല്ല, ചൈത്താന്മാരാണ് അവിടെ കൂടുതൽ. അപ്പൊ നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ, അത്തരം നല്ല എവിടെയും അല്ലാഹു തആല നമ്മളെ സഹായിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഏർപ്പാടെന്താ? അതിന് പറ്റുന്ന ആളുകളെ, മരുഭൂമി ആയാലും കാടായാലും എത്തിപ്പെടാൻ കഴിയാത്ത എവിടെ പോയി പെട്ടാലും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അവരുടെ സഹായം
കിട്ടാനുള്ള മാർഗ്ഗം റസൂലുള്ള പറഞ്ഞുതരാം. റവ തൊബറാനിയു വൽ ഹാക്കിമു വൽ ബസ്സാറു അബു അവാനത്ത. ഇതൊക്കെ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരാണ്. നബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. കല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇദാ ലല്ല അഹദുക്കും ഷൈഅൻ, നിങ്ങളുടെ ഒട്ടകമോ കഴുതയോ വാഹനമോ ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ, ഔ അറാദ ഔനൻ വഹുവ ബി അർളിൻ ലൈസ ഫീഹാ അനീസുൻ, ഒരു സഹായിക്കാൻ പറ്റുന്ന, സഹായം തേടപ്പെടാൻ പറ്റുന്ന, ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ലാത്ത ഒരു ദിക്കറിയാത്ത നാടറിയാത്ത കാട്ടിലോ മരുഭൂമിയിലോ കടലിലോ ഒരാൾ പോയി പെട്ട് കഴിഞ്ഞിട്ട് അവനിക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അവൻ ദ്വാരക്കേണ്ട ദ്വാ എങ്ങനെയായിരിക്കണം? ഫല്യക്കുൻ, അവൻ പറയട്ടെ. റസൂലുള്ള പഠിപ്പിക്കുക, യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിയാറുകളെ, അള്ളാന്റെ അടിമകളെ. എങ്ങനെ? അള്ളാഹുവേ നല്ല വിളിക്കാൻ പഠിപ്പിച്ച റസൂലുള്ള. അവിടെ അള്ളാഹിനെ വിളിച്ചാൽ എന്താ? അള്ളാഹ്ക്ക് സഹായിക്കാൻ കഴിയാഞ്ഞിട്ട് അല്ല. അള്ളാഹു താല ഒരു നബിക്കും വഹീ കൊടുത്തിട്ടില്ല. അള്ളാഹു താല ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചിട്ടില്ല. അള്ളാഹു താല മഴ പെയ്യിപ്പിച്ചിട്ടില്ല. അതൊക്കെ ചെയ്യണതാരാ? അള്ളാന്റെ അടിയാറുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ നിന്നെ സഹായിക്കാനും ആരുണ്ടാവും? ഒരടിമനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞുതരാ, നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി? അവിടെ ദ്വാരക്കേണ്ടതോ യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിയാറുകളെ, അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. വഹാബി ഭാഷയിൽ പറഞ്ഞാല് വിളിച്ച് പ്രാർത്ഥന തന്നെയുള്ളത്. യാ ഇബാദല്ലാഹ് അഗീസൂനി അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത കുറെ അടിമകളെ അല്ലാഹു തആല അവിടെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വന്ന് സഹായിക്കും. നിങ്ങളുടെ കാര്യമല്ലേ നടക്കണ്ടു. നിങ്ങളുടെ പോയ ഒട്ടകോ കഴുതിയോ എന്താ ഉള്ളത് വെച്ചാൽ അത് ആരും പിടിച്ചുകൊണ്ടെന്ന് അവിടെ ഏൽപ്പിക്കും. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. നിങ്ങൾ കാണും അവരെ. നിങ്ങളുടെ കഴുതനെയും കുതിരനെയൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ ആരെ കാണൂല? കൊണ്ടുവന്ന ആളെ കാണൂല. നിങ്ങളുടെ മുമ്പിൽ വന്ന് പെടും ആ ജീവി. അത് ആരാ കൊണ്ടുവരുന്നത്? ഈ സഹായം ചോദിച്ചാൽ ഇവർ ചെയ്തു തരും. അത് ശിർക്കാണെങ്കിൽ റസൂലുള്ള ശിർക്ക് പഠിപ്പിക്കാമെന്ന ആളാ? അള്ളാന്റെ റസൂല് ശിർക്ക് പഠിപ്പിക്കാമെന്ന ആളല്ല. ഇതിനെ ഇസ്തിഗാസ, തവസ്സുല്, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഏറ്റവും വലിയ ശിർക്ക് എന്ന് വഹാബികൾ പറയുന്ന ഈ കാര്യമാണ് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തീർന്നില്ല. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്ന, പിന്നെ ഏർവാടിക്കാരോടല്ലല്ലോ, മൊയ്തീൻ ഷെയ്നോടല്ലോ, റസൂലുള്ളാഹിനോട് സഹാബാക്കൾ ചോദിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിനോട് തന്നെ ഖബറിൽ ചെന്നിട്ട് സഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, റവ ഇബ്നു ഷൈബ ബി ഇസ്നാദിൻ സ്വഹീഹിൻ, ഇബ്നു ഷൈബ റിപ്പോർട്ട് ചെയ്യുന്നു സ്വഹീഹായ സനദ് കൊണ്ട്, മിൻ റിവായത്തി അബീ സ്വാലിഹിൻ സമ്മാനി അൻ മാലിക് ദാരി വകാന ഖാസിന ഉമറ. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായിരുന്ന മാലിക് ദാർ എന്ന് പറയുന്ന പ്രമുഖനായ ഒരാള്, അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം. കാല, അദ്ദേഹം പറയുന്നു, അസ്വാബന്നാസ ഖഅത്തുൻ ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ബറം പിടികൂടി. പട്ടിണിയും ദാരിദ്ര്യവും, വർഷങ്ങളോളം മഴയില്ലാതെ കൃഷിയില്ലാതെ ആകെ അങ്ങോട്ട് മനുഷ്യന്മാര് ആമുർ റമാദ് എന്നൊക്കെ പറയും. അതായത് എന്താ, അങ്ങനെ കൃഷികളും വൈക്കോലും പുല്ലും തുരുമ്പുകളൊക്കെ മഴ കിട്ടാഞ്ഞിട്ട് ഒക്കെ ചാരമായി മാറിയ ഒരു കൊല്ലം. റമാദ് എന്ന് പറഞ്ഞ ചാരമാണ്. ആമുർ റുമാദ്, ചാരവർഷം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒക്കെ ചാരമായി പോയി ലോകം. അങ്ങനെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും പറവകളും മനുഷ്യന്മാരൊക്കെ വെള്ളം കിട്ടാതെ മരിച്ചുപോയി. അത്തരമൊരു ഘട്ടത്തില് മഹാനായ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി സ്വഹാബി, പ്രഗൽഭ സ്വഹാബിയായ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു തങ്ങള് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നു. ചെന്നാളാരാ? സ്വഹാബിയ. മുശ്രിക്കൊന്നുമില്ല, പ്രഗൽഭ സ്വഹാബിയ. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഒരു വിളിച്ചു പ്രാർത്ഥന. വഹാബികളുടെ കണക്കിൽ ഇതും ശിർക്ക. പക്ഷെ റസൂലുള്ള പഠിപ്പിച്ച തൗഹീദിന്റെ ഭാഗാത്. അള്ള കൊടുത്ത കഴിവുകൊണ്ട് അവരൊക്കെ സഹായിക്കണത്. അല്ലാതെ പിന്നെ ഒന്നും ഒരു ചെറുവിരൽ അനക്കാൻ കഴിവുള്ളവരല്ല. റസൂലുള്ള അടക്കം, ഈ പറയുന്ന മഹാത്മാക്കളടക്കം അവരോട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇസ്തസ്കിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. നബിയേ, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹിനോട് മഴ തരാൻ പറയണേ. ഞങ്ങൾക്ക് മഴ വേണം. അത് അള്ളാഹിനോട് നിങ്ങളൊന്ന് പറയണം. ഇതിനാണ് എന്ത് പറയാ? തവസ്സുൽ എന്ന് പറയാ.
നബിനോട് പറഞ്ഞിട്ട് നബി അത് ആരോട് പറയണം? അള്ളഹാനോട് പറയണം. ആരോടാ? ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി റളിയല്ലാഹു അൻഹു ആരോടാ ചെന്ന് പറയണം? അള്ളഹാനോടല്ല. ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നടക്കാഞ്ഞിട്ടാണ് ആരോട് ചെന്ന് പറയുന്നത്? റസൂലുള്ളാഹിനോട് ചെന്ന് പറയും. അല്ലാണ്ട് അന്ന് തോന്നുകയല്ലല്ലോ, ഇത് കുറെ കാലമായിട്ട് അനുഭവിക്കുന്ന പ്രയാസ. അപ്പൊ റസൂലുള്ളാഹിനോട് ചെന്ന് പറയാം, നബിയെ ഞങ്ങളൊക്കെ നശിക്കും, കത് ഹലക്കൂ, നശിച്ചു നബിയെ, അള്ളാഹിനോടൊന്ന് പറയണം, ഞങ്ങൾക്ക് മഴ വേണം എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചെന്ന് പറയുന്നത് ആരാ? ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി റളിയല്ലാഹു അൻഹു തങ്ങൾ. അബൂബക്കർ സിദ്ദീഖിന്റെ, റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. മനസ്സിലായോ? ഇതാണ് സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദ്, റസൂലുള്ള പഠിപ്പിച്ച തൗഹീദ്. ഇതൊക്കെ ശിർക്ക. അപ്പൊ ചില ആളുകൾക്ക് ഇതൊക്കെ എന്തായി? ഒക്കെ ശിർക്ക. എത്ര പറഞ്ഞു കൊടുത്താലും ഈ വടക്കൂസുകൾക്ക് പിന്നെയും കുറെ കാലം കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും, ഹദീസ് ഉണ്ടോ, തെളിവുണ്ടോ, നബി പഠിപ്പിച്ചിട്ടുണ്ടോ, സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ? ഇനി കുറച്ച് ഇത് പറഞ്ഞൊക്കെ കുറച്ച് തൃപ്തിപ്പെടുത്തിയിട്ട് 2 മാസം കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ പിന്നെയും തന്നെ ചോദിക്കുക. പറയുമ്പോ ഒക്കെ അവർ സമ്മതിച്ചു തരും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും പറയും. ഇങ്ങനെ ഒരാളിപ്പോ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാനീ പറയണത്. എത്ര കേട്ടാലും കണ്ടാലും കേട്ടാലും പഠിക്കാത്തൊരു വിഭാഗമായിട്ട് ഇത്തരം വിഭാഗങ്ങൾ മാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചത് പല ആളുകൾ പല ഭാഗത്തുണ്ടാവും. അവരോട് സഹായം ചോദിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല, വരാനില്ല. അതിലൊരു തൗഹീദിനൊരു കേടും വരൂല, അതിൽ ശിർക്കും വരൂല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞത് അള്ളാഹു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, സർവ്വ മുഅ്മിനുകളും നമ്മളെ സഹായിക്കും. പക്ഷെ എങ്ങനെ? ഇതിനില്ല. അല്ലാണ്ട് ഇതിനുണ്ടെങ്കിലേ സഹായം കിട്ടുള്ളൂ. അല്ല സഹായിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളെ ബദരീങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ സഹായിക്കോ? ഒരിക്കലും ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തവനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ബദരീങ്ങളെ സഹായിക്കൂല. അവന്റെ ഒരു പിടിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇവരൊക്കെ നമ്മളെ സഹായിക്കണേ ആദ്യം നമ്മൾ ആരാവണം? അള്ളാഹിന്റെ ഇഷ്ടക്കാരായി മാറണം. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇന്നമാ വലിയുക്കുമുല്ലാഹു, നിങ്ങളുടെ സഹായി ആരാ? അള്ളാഹു ആണ്. നിർത്തിയില്ല അള്ളാഹു തആല. വ റസൂലുഹു, അവന്റെ റസൂലും നിങ്ങളുടെ സഹായിയാണ്. റസൂലും നിങ്ങളെ സഹായിക്കും. ആ നബിനോട് നിങ്ങൾക്ക് സഹായം തേടാം. വല്ലദീന ആമനു, മുഅ്മിനീങ്ങളായിട്ട് മരിച്ച മഹാത്മാക്കൾ ഉണ്ടല്ലോ, മുഅ്മിനീങ്ങളായ മഹാത്മാക്കള്, അവരും നിങ്ങളുടെ സഹായികളാണ്. അവരെ സഹായം തേടാം. വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു, വല്ലവനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുഅ്മിനീങ്ങളുടെയും സഹായം തേടിയാൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരാണ്. അള്ളാഹിൻ്റെ പാർട്ടിക്കാർ വിജയിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും അതിലില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച ദീന് അത് റസൂലുള്ളാഹിക്ക് തിരിഞ്ഞില്ല എന്ന് പറയുന്നിടത്താണ് ഇപ്പൊ വഹാബികൾ എത്തി നിൽക്കുന്നത്. അതിൽ കുറെ കുഴപ്പമുണ്ട്. മുമ്പ് ഒരു കഥ പറയാറുണ്ട്. നമ്മളൊരു മൗലവി ആമയൂര് ഒരു പ്രമുഖ മുജാഹിദ് നേതാവിനോട് നേതാവ് ചോദിച്ചു ഒരു കാര്യത്തെപ്പറ്റി, ഇങ്ങനെ തന്നെ വിഷയം തർക്കിച്ചപ്പോൾ ഇയാള് ഏട്ടൻ്റെ മകനാണ്. ഏട്ടൻ്റെ മകനോട് അളാപ്പ പറഞ്ഞു, അത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറഞ്ഞു. ഇയാള് അതിൽ മുജാഹിദായ ഏട്ടൻ്റെ മകൻ പറഞ്ഞു, ആ ഹദീസൊക്കെ സഹീഹാണ്, പക്ഷെ അതിൻ്റെ പ്രമേയം തനിച്ച കുഫറാണ്. ഹദീസൊക്കെ സഹീഹാണ്, പ്രമേയം തനിച്ച കുഫറാണ്. അപ്പൊ ഈ പ്രമേയം പറഞ്ഞ ആളാരാ? റസൂലുള്ളാഹിനെ ഇപ്പൊ ഈ കാഫറാക്കണേ. അതിൽ ഇയാള് തലയിൽ തെങ്ങുംപട്ടത്തണ്ട് ഏറ്റിച്ചാ നിൽക്കണേ. ആര്? ഈ അളാപ്പ. നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഇമ്പിച്ചോലിയറിയപ്പോ ഞാനീ പറയണേ. ഇമ്പിച്ചിട്ട് താഴെ കണ്ടിട്ട് എന്താടാ നമുക്ക് നീ ഇപ്പൊ പറഞ്ഞ് റസൂലുള്ളാഹിനെടാ നീ കാഫറാക്കണം മട്ട് ഇയാള് തലയിലുള്ള ഇട്ടിട്ട് പിന്നെ അതിലവനാണ്ട് ഓടി. ഇതാണ് ഈ പറയുന്ന വിഭാഗത്തിന്റെ നിലവാരം. റസൂലുള്ളാഹിനെ കാഫറാക്കാനും ഇവർക്ക് മടിയൊന്നുമില്ല. എത്ര സ്വഹിയായ ഹദീസ് ഇവരോട് പറഞ്ഞു കൊടുത്താലും പറയും ഹദീസൊക്കെ സഹിയാണ്, അതിന്റെ പ്രമേയം കുഫറാണ് അല്ലെങ്കിൽ ശിർക്കാണ്. റസൂലുള്ളാഹിനെ അടക്കം കാഫറാക്കാൻ മടിയില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇവർ മാറുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തലമുറ, നമ്മുടെ പുതിയ ചെറുപ്പക്കാരും ഒക്കെ ആ നിലയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞ തന്നെ പിന്നെയും പറയാന്നല്ലാതെ ആ കാര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കണില്ല. തൗഹീദ് എന്താണെന്ന് അവർ പഠിച്ചിട്ടില്ല, ഷിർക്ക് എന്താണെന്ന് അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ നേതാക്കന്മാർ എത്ര വട്ടം 10-24 വട്ടം ഷിർക്കിന്റെ നിർവചനം ചോദിച്ചു. കോട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം കേട്ടിട്ടുണ്ട് നിങ്ങൾ ആ സംവാദം? ഞാനൊക്കെ കേട്ടിട്ടുണ്ടത്. 10-24 വട്ടം ഇയാൾ ചോദിക്കുന്നുണ്ട് ഷിർക്കിന്റെ നിർവചനം എന്താ, ഷിർക്കിന്റെ നിർവചനം എന്താന്ന് ചോദിച്ചിട്ടും ഇയാൾ എന്ത് ചെയ്തില്ല,
ഈ മുജാഹിദുകൾ ഷിർക്കിൻ്റെ നിർവചനം പറയാൻ തയ്യാറായില്ല. രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ കാന്തപുരം സ്വന്തം ശൈലി എടുത്തു. ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ട്രാക്ടർ പൂട്ടിയിട്ട കണ്ടത്താണ് വലിയ കണ്ടങ്ങളാണ്, അതിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് പറയുന്നില്ല. കണ്ടപ്പോൾ കാന്തപുരം അള്ളാഹു അക്ബർ പറഞ്ഞു. അപ്പോൾ കണ്ടവർക്ക് മനസ്സിലായി ഇത് ഏറിനുള്ള സിഗ്നലാണ്. അവർ കട്ട എടുത്താണ്ട് എറിഞ്ഞു. അല്ലാതെ ഇപ്പം എന്താ ഉണ്ടാകുക? അതാണ് പറ്റുള്ളൂ ഇവരെ കൊണ്ട്. അതവിടെ ഉണ്ടായത്. കാരണം ഇവരെന്ത് ചോദിച്ചാലും അരി എത്ര കഴിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നല്ലാതെ ചോദ്യത്തിന് മറുപടി അവർ പറയില്ല. കാരണം അവർക്ക് തൗഹീദ് അറിഞ്ഞൂടാ, ശിർക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ഭാഗമാണ് ഈ പറയണതൊക്കെ. അങ്ങനെ റസൂലുള്ളാഹിനെ വരെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും മടിക്കാത്തൊരു വിഭാഗം ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, പ്രചരിക്കുന്നു. അല്ലാഹു തആല അത്തരം ഷെറുകളെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇഷ്ടക്കാരെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ആമീൻ. അസ്സലാമു അലൈക്കും.